വെൽക്കം ബാക്ക് ടു PSC ലൈഫ് ടോക്സ്. ഇന്ന് നമ്മൾ UP ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള പോർഷൻസ് ആണ് നോക്കുന്നത്. ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പരിസര പഠന മേഖലയിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ LP ഇൻ്റർവ്യൂവിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടു. ആ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു അപ്പർ വേർഷൻ അതാണ് UP ഇൻ്റർവ്യൂവിന് ഉണ്ടാവുക. തീർച്ചയായിട്ടും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം എങ്ങനെയായിരുന്നു LP ഇൻ്റർവ്യൂ എന്നുള്ളത് അറിയുകയാണ്. കാരണം അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ചോദ്യങ്ങളൊന്നും ഒരു UP ഇൻ്റർവ്യൂവിന് പ്രതീക്ഷിക്കേണ്ടതില്ല. കൂടുതലായിട്ട് ചോദിക്കുക ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് 1 തൊട്ട് 4 വരെ ചോദിച്ചതിൽ നിന്ന് ഇനി ചോദിക്കുക 5, 6, 7 എന്നീ ഭാഗങ്ങളിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ്. പ്രത്യേകിച്ച് പുതിയ മാറിയ പാഠപുസ്തകങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതില്ല. കാരണം LP ഇൻ്റർവ്യൂവിന് ഒരുപാട് ആഴത്തിലൊന്നും പുതിയ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് ചോദിച്ചിട്ടില്ല. മറ്റൊരു കാര്യം നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഹാൻഡ് ബുക്കുകൾ, അതുപോലെ BEd, TTC, DLEd ടെക്സ്റ്റ് ബുക്കുകൾ, അതിൽ നിന്നുള്ള വിവരങ്ങൾ അതൊന്ന് അറിയാൻ ശ്രമിക്കുക. നമ്മൾ അതിനെ പറ്റിയിട്ടാണ് കൂടുതൽ ക്ലാസ്സുകൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. കാരണം ടെക്സ്റ്റ് ബുക്കുകൾ ഒരുവിധം എല്ലാവർക്കും അവൈലബിൾ ആണ്. പക്ഷേ ഹാൻഡ് ബുക്ക്, TTC, DLEd പുതിയ ടെക്സ്റ്റുകൾ, അതുപോലെ BEdൻ്റെ ടെക്സ്റ്റുകൾ, അതിൽ നിന്നുള്ള പോർഷൻസൊക്കെ എല്ലാവർക്കും വീണ്ടും ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ മറ്റു കുട്ടികളിൽ നിന്ന് വാങ്ങി ഒക്കെ വായിച്ചെത്തിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ സൈക്കോളജി, അതുപോലെ എഡ്യൂക്കേഷൻ, ഈ ഒരു വിഭാഗത്തിലെ ക്വസ്റ്റ്യൻസൊക്കെ നോക്കണം. പ്രത്യേകിച്ച് സൈക്കോളജിയിൽ നിന്നൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കുകളും എല്ലാ ഭാഗങ്ങളും വായിച്ചെത്തിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമുക്ക് ഇത്തരം ടീച്ചർ ടെക്സ്റ്റിൽ നിന്നും DLEd, BEd ടെക്സ്റ്റിൽ നിന്നുള്ള പോർഷൻസ് നമ്മൾ കവർ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അതിൽ നിന്നുള്ള പോർഷൻസാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ LP ഇൻ്റർവ്യൂവിന് എൻ്റെ ഒരു അനുഭവം വെച്ച് ഈ കഴിഞ്ഞ ഇൻ്റർവ്യൂവിന് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ശേഖരിച്ചിരുന്നു. ആ ചോദ്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ UP ഇൻ്റർവ്യൂവിനായിട്ട് ക്വസ്റ്റ്യൻസും പോർഷൻസും സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് നീട്ടുന്നില്ല, നമുക്ക് ക്ലാസ് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് പരിസര പഠനം അഥവാ സയൻസ് എന്നൊരു വിഷയത്തിൽ നിന്നാണ്. സയൻസ് വിഷയത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യനാണ് പരിസര പഠന ലക്ഷ്യങ്ങൾ അഥവാ സയൻസിൻ്റെ പഠന ലക്ഷ്യങ്ങൾ എന്നുള്ളത് എന്താണ്. ഒരു 15 ലക്ഷ്യങ്ങളോളം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂവിന് ചോദിക്കുമ്പോൾ നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അവർ നിർത്തൂ എന്നൊന്നും പറയില്ല. നമ്മൾ നിർത്തിയാൽ അവർ പറയും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ മാക്സിമം പറയാനായിട്ട് നമ്മൾ ശ്രമിക്കണം. എഴുതി വെച്ച് പഠിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ വോയിസ് റിപ്പീറ്റഡ് ആയിട്ട് ക്ലാസ് കേൾക്കുകയോ ചെയ്യണം. ഒരുപാട് ചോദ്യം വന്നൊരു ഏരിയയാണ്. കഴിഞ്ഞ UP ഇൻ്റർവ്യൂവിനും ഈ സയൻസിൻ്റെ പഠന ലക്ഷ്യങ്ങൾ എന്ന ഭാഗത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠന ലക്ഷ്യങ്ങളാണ് നമ്മളവിടെ പറയുന്നത്. കുട്ടി എന്ന് പറയുന്നത് പരിസ്ഥിതിയുടെ ഒരു പ്രചാരകനായിട്ട് മാറണം. അതുപോലെ ശാസ്ത്രത്തിനും സാമൂഹിക നന്മയ്ക്കും വേണ്ടി ജീവിതം സമർപ്പിച്ചവരോടുള്ളൊരു ആദരവ് ആ കുട്ടിക്ക് ഈ ഒരു സയൻസ് പാഠം പഠിക്കുന്നതിലൂടെ ലഭിക്കണം. ശാസ്ത്ര നേട്ടങ്ങൾ സാമൂഹിക നന്മയ്ക്കായിട്ട് പ്രയോജനപ്പെടുത്താൻ ആ കുട്ടിക്ക് കഴിയണം. നാടിൻ്റെ നേട്ടങ്ങളിൽ അഭിമാനിക്കുക, പങ്കാളികളാവുക എന്നുള്ളത് കുട്ടിയുടെ ഒരു ഉത്തരവാദിത്തമായി മാറുക. അടുത്തതാണ് ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളിൽ കുട്ടി അഭിമാനിക്കുക എന്നുള്ളത്. മാനവികതയിൽ ഊന്നിയുള്ള ശാസ്ത്രാവബോധം കുട്ടി വളർത്തണം. വ്യക്തി ശുചിത്വവും സാമൂഹിക ശുചിത്വവും പാലിച്ചുകൊണ്ട് ശാരീരിക, മാനസിക, സാമൂഹിക ആരോഗ്യം കൈവരിക്കാനായിട്ട് കുട്ടിയെ സഹായിക്കണം. ദൈനംദിന ജീവിതവുമായി പഠനത്തെ ബന്ധപ്പെടുത്തുകയും സുസ്ഥിര വികസനം എന്ന ആശയം വ്യാപിപ്പിക്കുകയും ചെയ്യുക. സ്വായത്തമാക്കിയ അറിവ് ജീവജാലങ്ങളിലെ നന്മയ്ക്കായിട്ട് കുട്ടിക്ക് വിനിയോഗിക്കാനായിട്ടുള്ള ഒരു അവസരം
സ്കൂളിൽ തന്നെ നമ്മൾ ലഭ്യമാക്കിയിരിക്കണം. പ്രകൃതിയിലെ പരസ്പരാശ്രയത്വം എങ്ങനെയാണെന്ന് കുട്ടി തിരിച്ചറിയുകയും അതിൻ്റെ ഇമ്പോർട്ടൻസ് കുട്ടി അറിയുകയും വേണം. പ്രകൃതിയിലുള്ള മനുഷ്യൻ്റെ ഇടപെടലുകൾ വിവേകപൂർണമായിരിക്കാനായിട്ട് ഈ ഒരു പഠനം കുട്ടിയെ സഹായിക്കണം. പരിസ്ഥിതി സൗഹൃദ മനോഭാവം കുട്ടികളിൽ വളർത്താനും പ്രപഞ്ചത്തെ സംബന്ധിച്ച് മികച്ചൊരു ശാസ്ത്രീയ വീക്ഷണം രൂപപ്പെടുത്താനും ശാസ്ത്രത്തിൻ്റെ ദുരുപയോഗം തടയാനും സയൻസ് പഠനം കുട്ടിയെ ഹെൽപ്പ് ചെയ്യണം. പ്രകൃതി പ്രതിഭാസങ്ങളെ വിശകലനം ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഇക്കാലത്ത്. അതോടൊപ്പം തന്നെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഇല്ലാതാക്കുക എന്നുള്ളതും സയൻസ് പഠനത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഈ ഒരു പോയിൻ്റ് ഒരു റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ജില്ലകളിലും ചോദിച്ച ഒന്നാണ്. കഴിഞ്ഞ LP ഇൻ്റർവ്യൂവിൽ സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ളൊരു ടേമാണ് അവർ യൂസ് ചെയ്തത്. പരിസര പഠനത്തിൻ്റെ ലക്ഷ്യമാണ്. പക്ഷെ എന്താണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് കാൻഡിഡേറ്റ്സ് അറിയാതെ പറഞ്ഞ് നിന്ന് പോയിട്ടുണ്ട്. അതിനെ പറ്റിയൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോകളിൽ വിശദമായിട്ട് പറയുകയും അതിൻ്റെ ടേംസ് അടക്കം നമ്മൾ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേവരെ LPയുടെ ഇൻ്റർവ്യൂ ചോദ്യങ്ങൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കേട്ട് നോക്കുക. കാരണം അത് LP കുട്ടികൾക്കുള്ള ചോദ്യങ്ങൾ മാത്രമല്ല അവർ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ LP അഥവാ ഒരു TTC കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു DLED കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പ്രാപ്തയായിരിക്കണം. അപ്പോൾ അവർ ചോദ്യങ്ങൾ ചോദിച്ചതും അങ്ങനെ തന്നെയാണ്. അവർ ചോദിച്ചതും ഒരു UP കുട്ടിക്ക് ഒരു ടീച്ചർ എന്തെല്ലാം പറഞ്ഞു കൊടുക്കണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫിസിക്സ് ആയാലും സയൻസ് അതുപോലെ ബയോളജിക്കാണെങ്കിൽ ഡിഗ്രി ഈ ഫിസിക്സൊക്കെ എടുത്തവരോട് പരീക്ഷണങ്ങൾ നമ്മൾ 5, 6, 7 ഉൾപ്പെട്ട പരീക്ഷണങ്ങൾ വരെ ചോദിച്ചിട്ടുണ്ട്. അതിനെ പറ്റിയൊക്കെ വിശദമായിട്ട് നമ്മൾ ഓൾറെഡി മുൻപത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ കേട്ട് നോക്കുന്നത് UP ഇൻ്റർവ്യൂ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഈ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു യൂസ് ചെയ്തൊരു ടേമാണ്. അതിൽ ഈ ഒരു ഐഡിയ ആണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെ സയൻസിനെ കൂടി ഇല്ലാതാക്കുക എന്നുള്ളൊരു ആശയം. തീർച്ചയായിട്ടും വിശദമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിലത് കേൾക്കുക. മറ്റൊരു പരിസര പഠന ലക്ഷ്യം എന്ന് പറയുന്നത് ചുറ്റുപാടുകളെ ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കുകയും കൗതുകം, ജിജ്ഞാസ, നിരീക്ഷണ പാഠം എന്നിവ പരിപോഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ പരിസര പഠന ലക്ഷ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ 2, 3 വട്ടം കേൾക്കുക. ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ നിർത്തില്ല. നമ്മളെപ്പോൾ ലക്ഷ്യങ്ങൾ പറഞ്ഞു നിർത്തുന്നു അപ്പോഴാണ് അവർ അടുത്ത ചോദ്യം ചോദിക്കുക. നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കാനായിട്ട് നമ്മുടെ ഉള്ളിൽ അറിവുണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് വീടുകളെ പറ്റിയിട്ടുള്ള കെട്ടിടങ്ങളെ പറ്റിയിട്ടുള്ള പാഠങ്ങൾ. അത് LP തൊട്ട് 6ാം ക്ലാസ് വരെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു ടോപ്പിക്കാണ്. ഹോം അല്ലെങ്കിൽ വീട് എന്നതിനെ പറ്റിയിട്ട്, അത് പണിയുന്നതിനെ പറ്റിയിട്ട്, വീടിൻ്റെ ഇമ്പോർട്ടൻസ് എന്നതിനെ പറ്റി ഇതിൽ ചോദിച്ചു വന്ന നമ്മളൊക്കെ ബാക്കിയെല്ലാം ടെക്സ്റ്റ് ബുക്കിലുണ്ടെങ്കിലും ടെക്സ്റ്റ് ബുക്കിലില്ലാത്ത ചോദിച്ച ഒരു ഭാഗമാണ് കേരള പഞ്ചായത്ത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളെ പറ്റിയിട്ട്. ആ ഒരു ചോദ്യം ഒരുപാട് പേരെ കുഴപ്പിച്ച ചോദ്യമാണ്. കഴിഞ്ഞ UP ഇൻ്റർവ്യൂവിൽ ചോദിച്ചിട്ടുള്ളൊരു പോർഷനാണ്. കെട്ടിട നിർമ്മാണ ക്രമവൽക്കരണ ചട്ടം എന്ന് പറഞ്ഞ് 2018 കേരള പഞ്ചായത്ത് കെട്ടിട നിർമ്മാണ ചട്ടം എന്ന് പറഞ്ഞ് 2011 ഉണ്ടായിട്ടുണ്ട്. ആ 2 വർഷം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ഇത് നമ്മൾ പരിസ്ഥിതി സൗഹൃദപരമായിട്ട് വീട് നിർമ്മാണത്തിന് ഒരുപാട് വ്യവസ്ഥകളുണ്ട്. ഇതിനെ പറ്റിയിട്ടാണ് ഇതിൽ 2018 2011 ഇറങ്ങിയിട്ടുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രതിപാദിക്കുന്നത്. ഇങ്ങനെ വെച്ച് മാത്രമേ ഇതിനെ ഫോളോ ചെയ്ത് മാത്രമേ നമുക്ക് വീട് നിർമ്മിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. UP ക്ലാസ്സിലുള്ള ഒരു ടോപ്പിക്കാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്
ഡ്രസ്സ് എന്ന ടോപ്പിക്ക്, അതായത് വസ്ത്രം എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും തിരിച്ചറിയാനായിട്ടുള്ളൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രകൃതിദത്ത നാര് എന്ന് പറയുന്നത് പരുത്തി, ചണം, കമ്പിളി, പട്ട്, വാഴനാര് എന്നിവയാണ്. കൃത്രിമ നാരുകൾ എന്ന് പറയുന്നത് പോളിസ്റ്റർ, നൈലോൺ, കൃത്രിമ പട്ട് എന്നിവയാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, കാരണം അത് റിപ്പീറ്റഡായിട്ട് LP ഇൻ്റർവ്യൂവിൽ ചോദിച്ചൊന്നാണ്. UPയിൽ ചോദിക്കുമോ എന്നറിയില്ല, പക്ഷെ തെറ്റാതെ ഒന്ന് പറയാനായിട്ട് അറിയാം. പിന്നെ നമുക്ക് UPയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് പ്രാദേശിക ചരിത്ര രചന എന്ന് പറയുന്നതാണ്. പ്രാദേശിക ചരിത്ര രചന എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ അറിയിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പ്രാദേശിക ചരിത്ര രചന എങ്ങനെ നടത്തണം എന്നതിനെ പറ്റിയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അവർ ഒരു ടോപ്പിക്ക് മാത്രമേ തരുള്ളൂ. എന്താണ് പ്രാദേശിക ചരിത്ര രചന, നമ്മൾ അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങളെ കുട്ടിയെ പ്രാദേശിക രചന നടത്താനായിട്ട് എങ്ങനെ ഹെൽപ്പ് ചെയ്യും, ഇതാണ് ചോദ്യങ്ങൾ വരിക. ഇതിൽ നമ്മൾ തീർച്ചയായിട്ടും പഴയകാല ഗ്രാമീണ ജീവിതം വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ ശേഖരിക്കണം. അതുപോലെ തന്നെ ഗ്രാമജീവിതത്തിൽ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ഇടങ്ങളിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് കുറിപ്പുകൾ തയ്യാറാക്കണം. ഓരോ നാടിനും അതിൻ്റേതായിട്ടുള്ള ചരിത്രമുണ്ട്, അതറിയണം. ഓരോ സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ആ സ്ഥലങ്ങളിലുള്ള പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ, കാലത്തിനനുസരിച്ച് സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് വന്ന മാറ്റങ്ങൾ, ഇതെല്ലാം തന്നെ ഈ പ്രാദേശിക ചരിത്ര രചനയിൽ ഉൾപ്പെടുത്തണം. ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിക്കുകയും ചരിത്രരേഖകൾ പരിശോധിക്കുകയും അഭിമുഖങ്ങളിലൂടെ പ്രായമാറ്റ വ്യക്തികൾ എന്തായാലും നമ്മുടെ പ്രദേശങ്ങളിലുണ്ടാവും, അവരോടൊക്കെ അഭിമുഖങ്ങളൊക്കെ നടത്തിയിട്ട് പ്രാദേശിക ചരിത്രം നമ്മൾ തയ്യാറാക്കണം. അതിൽ ഉൾപ്പെടുത്താവുന്ന മറ്റ് കാര്യങ്ങളാണ് സ്ഥലനാമ ചരിത്രം, ആരാധനാലയങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ, വിദ്യാലയങ്ങൾ, വായനശാലകൾ, പ്രമുഖ വ്യക്തികൾ, കൃഷി, മറ്റ് തൊഴിലുകൾ, വാമൊഴി വഴക്കങ്ങൾ എന്നിവ. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ പ്രാദേശിക ചരിത്ര രചന നടത്തേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുന്നത്. പ്രാദേശിക ചരിത്ര രചനയെ പറ്റിയിട്ടും അതുപോലെ തന്നെ പരിസര പഠനം, സയൻസ് ലക്ഷ്യങ്ങളെ പറ്റിയിട്ടും സയൻറ്റിഫിക് ടെമ്പറെ പറ്റിയിട്ടും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക. നല്ലൊരു ഇൻ്റർവ്യൂ ആശംസിക്കുന്നു.